ശ്രീ ഗണേശാചാര്യതാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽ നാരായണിയും. ദശകം 61. വിപ്രവജ്ഞാനുഗ്രഹം. വിപ്രപൂജിതനാം ദേവൻ ഓരോ നാളിൽ പുറപ്പെട്ടു വിപ്രപത്നി ജനത്തിനെ അനുഗ്രഹിക്കാൻ. ഗോപന്മാരും പശുക്കളും പൈക്കീടങ്ങളെല്ലാവരും ഗോപബാല നിന്നോടൊപ്പം മെല്ലെ നടന്നു. വിശപ്പിനാൽ വലഞ്ഞല്ലോ കുറെ ദൂരം നടന്നപ്പോൾ വിശ്വേശ്വരാ നിന്നോടൊപ്പം ഉള്ള ഗോപന്മാർ യജ്ഞം ചെയ്യും വിപ്രരോടു ഭക്ഷണം ചോദിച്ചിടാനായി ഗോപജനങ്ങളെ ഭവൻ പറഞ്ഞയച്ചു. കൃഷ്ണസഖരാണു ഞങ്ങൾ എന്നു ചൊല്ലി ഗോപന്മാരും വിശപ്പാറ്റാൻ ഭക്ഷണത്തെ നൽകിയിടണമേ. യോഗ്യരെന്നു നടിക്കുന്ന ബ്രാഹ്മണരോ നൽകിയില്ല ഭോജമൊന്നും ഭഗവാനും ചങ്ങാതിമാർക്കും. ഭക്തിയില്ലാത്തതം യജ്ഞം നിഷ്ഫലമെന്നറിയാതെ കർമ്മം ചെയ്യും വിപ്രജനം ഭോഷന്മാരല്ലോ. അവരുടെ അനാദരം കൊണ്ടേറ്റവും ദുഃഖിതരായി പവിടുന്നോ എല്ലാം കേട്ടു മെല്ലെ ചിരിച്ചു. വിപ്രപത്നിമാരെ കണ്ടു കാര്യം ചൊല്ലു കൂട്ടുകാരെ, ഭക്തകളാം അവരേകം ഭോജ്യങ്ങളെല്ലാം. വിശ്വരൂപനാകും ഭാവൻ ഇപ്രകാരം ചൊല്ലിയപ്പോൾ ഭക്ഷണത്തിനായി അവർ നടന്നു നീങ്ങി. നാരായണ സഖരാകും ഗോപവൃന്ദം എത്തിയപ്പോൾ നാമജപത്തോടെ അവർ എതിരേറ്റല്ലോ. 4 കൂട്ടം കറിയുമായി ഓടിയെത്തിയവരെല്ലാം നാരായണ നിന്റെ രൂപം ഒന്നു കാണാനായി. കാർകൂന്തലിൽ നീലമയിൽ പിരിചൂടി ഭംഗിയോടെ കവിൾത്തടം തന്നീലോനൽ കുണ്ടല ശോഭാം. കാരുണ്യകടാക്ഷത്തോടെ ചങ്ങാതിതൻ തോളിൽ തൻ്റെ കയ്യും വെച്ചു നിൽക്കുന്നൊരാ രൂപത്തെ കണ്ടു. അന്തണനം പതിയാലെ തടയപ്പെട്ടതു മൂലം അവിടുത്തെ ദർശനം ലഭിക്കാത്തോരമ്മാം. അന്തരംഗത്തിൽ തവ രൂപത്തെ ധ്യാനിച്ച ശേഷം അദ്ഭുതമം മുക്തി നേടി ആശ്ചര്യം തന്നെ. ഭക്ഷണപദാർത്ഥങ്ങളെ സ്വീകരിച്ചു ഭഗവാനും ഭക്തകളാം അവർക്കേകി അനുഗ്രഹങ്ങൾ. വിപ്രന്മാരിൽ നിന്ദാഭാവം ഇല്ലാതാക്കി വിശ്വേശ്വരൻ വിപ്രപത്നിമാരെ തിരിച്ചയച്ചുവല്ലോ. തെറ്റോ മനസ്സിലാക്കിയ വിപ്രജനം ഭക്തിപൂർവം കറ്റക്കാറോളിവർണ്ണനെ സ്തുതിച്ചു ഭംഗ്യാം. പത്നികൾ തൻ അത്യുത്തമ ഭക്തി കണ്ടു സന്തോഷിച്ചു. പവനിശാമരോഗം തടഞ്ഞിടേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.